നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പുന്നോൽ ഹുസൻ മുട്ടയിലെ UK സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 12-ന് വിധി. കേസിലെ പ്രതികൾ NDF പ്രവർത്തകർ. പാനൂർ തങ്ങൾ പീടികയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ ബോംബല്ലെന്ന് വ്യക്തമായി. ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ കണ്ടെത്തിയത് പാറപ്പൊടി. തലശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ വാർഡ് കൗൺസിലർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ആരംഭിച്ചത് 48-ാം വാർഡിലെ കൗൺസിലർ ഷാലിമ ടീച്ചർ. പുലരിയാണ് ഞാൻ, ലഹരിയിൽ അസ്തമിക്കില്ല. ലഹരിക്കെതിരെ ആശംസാ പോസ്റ്റർ കാർഡുകളൊരുക്കി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. തയ്യാറാക്കിയത് 1000 ആശംസാ കാർഡുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പുന്നോൽ ഹുസൻ മുട്ടയിലെ UK സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ 12-ന് വിധി പറയും. വിധി പറയാനായി ചൊവ്വാഴ്ച പരിഗണിച്ച കേസ് തലശ്ശേരി 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഫിലിപ്പ് തോമസ് മാറ്റുകയായിരുന്നു. 2008 ജൂലൈ 24-ന് രാത്രി 8:30-ന് പുന്നോൽ ഹുസൻ മുട്ടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പതിച്ച പോസ്റ്ററിന് മുകളിൽ മറ്റൊരു പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. NDF പ്രവർത്തകരും പുന്നോൽ സ്വദേശികളുമായ ചാലിക്കണ്ടി വീട്ടിൽ CK ലത്തീഫ്, സീനത്ത് മൻസിലിൽ KV ലത്തീഫ്, വെങ്കലിൽ താഴെ വീട്ടിൽ EP അബ്ദുള്ള എന്ന കുഞ്ഞു, റുക്സാനയിൽ സക്കീർ ഹുസൈൻ, അസ്നാസിൽ P നാസർ, ചാലക്കരയിലെ സഫീഖറിൽ PP മുഹമ്മദ് ഇഷാം, കിടാരംകുന്നിലെ ഫാത്തിമാസിൽ ഷാബിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ നഫ്നാസിന്റെ പരാതി പ്രകാരമാണ് പോലീസ് പ്രഥമ വിവരം രേഖപ്പെടുത്തിയത്. ഡിവൈഎസ്പിമാരായ MV സുകുമാരൻ, U പ്രേമൻ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഡോക്ടർ PP ജയഗോപാൽ, ഡോക്ടർ രാജീവൻ തുടങ്ങിയവരാണ് മറ്റ് പ്രോസിക്യൂഷൻ സാക്ഷികൾ. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് K വിശ്വനും പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് PC നൌഷാദുമാണ് ഹാജരാകുന്നത്. 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഫിലിപ്പ് തോമസ് മുമ്പാകെ വിചാരണ നടന്നുവരുന്ന കേസ് ജനുവരി 12-ന് വീണ്ടും പരിഗണിക്കും. പാനൂർ തങ്ങൾ പീടികയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ ബോംബല്ലെന്ന് വ്യക്തമായി. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ പാറപ്പൊടിയാണെന്ന് വ്യക്തമായത്. ഇവിടെ നിന്നും കണ്ടെത്തിയ വടിവാൾ പഴകി തുരുമ്പെടുത്തതാണെന്നും പോലീസ് ഇൻസ്പെക്ടർ MV ഷീജു അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് തങ്ങൾ പീടികയിലെ സഹ്റ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ 8 ഐസ്ക്രീം കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. ഇതിന് സമീപത്തായി വടിവാളും കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു. പാനൂർ പോലീസ് സ്ഥലത്തെത്തി ഐസ്ക്രീം കണ്ടെയ്നറുകളും വടിവാളുകളും സ്റ്റേഷനിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച 3 മണിയോടെ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ പാറപ്പൊടിയാണെന്ന് മനസ്സിലായി. ഇതോടെയാണ് ആശങ്കയൊഴിഞ്ഞത്. കണ്ടെത്തിയ വടിവാൾ പഴകി തുരുമ്പിച്ചതും ഉപയോഗയോഗ്യമല്ലാത്തതുമാണെങ്കിലും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പാനൂർ പോലീസ് ഇൻസ്പെക്ടർ MV ഷീജു പറഞ്ഞു. തലശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ വാർഡ് കൗൺസിലർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. 48-ാം വാർഡ് കായത്ത് റോഡ് കൗൺസിലർ ഷാലിമ ടീച്ചറാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭ കായത്ത് വാർഡ് കൗൺസിലർ ഷാലിമ ടീച്ചറുടെ കൗൺസിലർ ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഒരു കൗൺസിൽ സ്വന്തമായ ഓഫീസിൽ പൊതുജനങ്ങൾ ആവശ്യം നിർവഹിക്കാൻ ഒരിടം ഉണ്ടാക്കിയെടുത്ത ചെറിയ കാര്യങ്ങൾ. സാധാരണ വാർഡിലെ ആവശ്യക്കാരെല്ലാം നഗരസഭയിൽ പോകണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പലതും ഉപേക്ഷിക്കും. വേണ്ട, പോകാൻ കഴിയില്ല, കാരണം ദൂരെ പോകണമല്ലോ. അല്ലെങ്കിൽ വാർഡ് കൗൺസിലറെ തേടി പിടിക്കുകയാണെങ്കിലും ഒരു പരിശ്രമം ഉപേക്ഷിക്കും. അങ്ങനെ പല വാർഡുകളിലുള്ള പല ജനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു അങ്കലാപ്പുണ്ടാവും. അതിന് വലിയൊരു പരിഹാരമാണ് വാർഡിനകത്ത് തന്നെ കൗൺസിലർക്ക് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് ആരംഭം കുറിച്ചുകൊണ്ട് ഷാലിമ ടീച്ചറെ വ്യക്തിപരമായി അനുമോദിക്കുക. എല്ലാ കൗൺസിലർക്കും മാതൃകയാക്കാവുന്നതാണ്. 53 വാർഡിനകത്ത് കൗൺസിലർമാർക്ക് ഓഫീസുണ്ട്. ഒരു സേവന കേന്ദ്രം തുറക്കുമ്പോൾ ജനസേവനത്തിന്റെ വിസ്തൃതി വർദ്ധിക്കുക. ഓഫീസിനോടനുബന്ധിച്ചുള്ള സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം
മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് നിർവഹിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം മുനിസിപ്പൽ ഒരു കൗൺസിൽ ഓഫീസ് തലശ്ശേരിയിൽ ആദ്യമാണ്. കണ്ണൂർ ജില്ലയിലും ഒരു പക്ഷേ ആദ്യമായിരിക്കും എന്നെനിക്ക് തോന്നുകയാണ്. തിരുവനന്തപുരത്തൊരു ഓഫീസുമായി ബന്ധപ്പെട്ട ചില ചർച്ച നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ഇത് നല്ലൊരു തീരുമാനത്തിന് മുൻകൈയെടുത്ത ഷാരിമ ടീച്ചറെയും അവരോടൊപ്പം ടീമിനെയും അഭിനന്ദിക്കുവാൻ ഞാൻ അവസരപ്പിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ചെയർമാനാണ്. ചെയർമാന് രാഷ്ട്രീയ ദർശനമുണ്ട്, ഷാലിമ നേരെ ഓപ്പോസിറ്റ് പൊളിറ്റിക്സ് രാഷ്ട്രീയ ദർശനം. പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാഴ്ചപ്പാടും സമീപനവും ഉണ്ടാവണമെന്നൊരു സന്ദേശമാണ് ഈ ഓഫീസ് ഉദ്ഘാടനത്തോടെ ഇവിടെ വെച്ച് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വരെ രാഷ്ട്രീയം ഉണ്ടാവും മുന്നണിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരു ജനപ്രതിനിധിയായി ചെയർമാനായി മാറിയാലും കൗൺസിലായി മാറിയാലും അതിവിടുത്തെ 53 ആളുകളുടെയും ചെയർമാനും അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ മെമ്പർമാരുടെയും കൗൺസിൽ എന്ന കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സേവനം ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഇടമായി ഇവിടെ മാറണം എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിലുള്ള സംരംഭമായി ഇത് മാറട്ടെ എന്നും. ഷാലിമ ടീച്ചർ അധ്യക്ഷയായി. എ കെ അബൂട്ടി ഹാജി, സി കെ പി മമ്മു, അൻവർ ചെറുവക്കര, റഷീദ് കരിയാടൻ, റാഷിദ ടീച്ചർ, ഷംസീന, സെറീല, ടി എൻ റഹീം, ഹെൻറി മാസ്റ്റർ, മുസേറ കരിയാടൻ, റഹ്മാൻ തലായി, ഷഹനാസ് മൻസൂർ, റുബിസീന, നൂറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഹാരിസ് ഹാജി സ്വാഗതവും നൌഷാദ് കായത്ത് നന്ദിയും പറഞ്ഞു. പുലരിയാണ് ഞാൻ, ലഹരിയിൽ അസ്തമിക്കില്ല. ലഹരിക്കെതിരെ ആശംസാ പോസ്റ്റർ കാർഡുകൾ ഒരുക്കി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. 1000 ആശംസാ കാർഡുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ടവർക്കായി തയ്യാറാക്കിയ പോസ്റ്റൽ കാർഡുകൾ പ്രകാശനം ചെയ്തു. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ഏറ്റവും ആകർഷകമായ ക്യാപ്ഷനാണ് പുലരിയാണ് ഞാൻ, ലഹരിയിൽ അസ്തമിക്കില്ല. ക്യാപ്ഷൻ അപൂർവം ക്യാപ്ഷനാണ്. അതുപോലെ ഈ വരഞ്ഞ ചിത്രവും കുറച്ചും കൂടി ആകർഷകമാണ്. കാരണം പുലരിയിലുണ്ട്, അസ്തമയമുണ്ട്. ഒരു ഭാവനാപൂർണമായ ഒരു ചിത്രവും വാക്കുകളാണ് നമ്മൾ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത്. ലഹരിക്കുള്ള പോരാട്ടം നേരത്തെ തുടങ്ങി ആരംഭിച്ചതാണ്. അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കണം, എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരിക്കലും അവസാനിപ്പിക്കേണ്ടതല്ല ലഹരിക്കുള്ള എതിരായുള്ള പോരാട്ടം എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പുതിയ കാലത്ത് പുതിയ രീതിയിലാണ് ലഹരി നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയ ലഹരി സിന്തറ്റിക്കാണ്. കാരണം രാസപദാർത്ഥങ്ങൾ കൊണ്ടാണ് ലഹരി ഉപയോഗം നടക്കുന്നത്. പട്ടണത്തിൽ പ്രത്യേകിച്ചാണ്, നമ്മൾ തലശ്ശേരി പട്ടണത്തിൽ അത് പ്രത്യേകതയാണ്. തലശ്ശേരി പട്ടണത്തിൻ്റെ മുൻകാലങ്ങളിലും ലഹരിയുടെ ഇടയ്ക്കിടെ പിടിയിലാമരും. അത് മറ്റൊന്നും കൊണ്ടല്ല, കടൽത്തീരമുള്ളതുകൊണ്ടാണ്. കടൽ നമ്മൾ തൊട്ടടുത്തുള്ളതുകൊണ്ട് ലഹരിയും അതിനൊരു വളരെ ചേർച്ചയുണ്ട്. അത് തലശ്ശേരിക്ക് പല പ്രത്യേകതയിലൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രണ്ണൻ സ്കൂൾ ഇത്തരമൊരു കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് ഈ കാരണങ്ങളോട് തന്നെ മുൻകൈ എടുക്കുന്നത് അത്യാവശ്യമാണ്. കാരണം കടൽത്തീരം, നമുക്ക് എത്ര കടൽത്തീരത്തിലേക്ക് എത്ര ഇരുന്നാൽ നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേക മമതയും സ്നേഹവും കടൽത്തീരത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ലഹരി. അതുകൊണ്ട് നിരന്തരം സമര പോരാട്ടം നടത്താൻ സാധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളെ വിദ്യാർത്ഥിനികളുടെയും ഈ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാപ്ഷനും ഈ കാർഡ് പ്രിന്റ് ചെയ്തത്, വരച്ചെടുക്കുന്നത്. 1000 ആശംസാ കാർഡുകളാണ് പ്രകാശനം ചെയ്തത്. വാർഡ് കൗൺസിലർ ഷാലിമ ടീച്ചർ അധ്യക്ഷയായി. വിമുക്തി പ്രിവന്റീവ് ഓഫീസർ പ്രദീപ്, PTA പ്രസിഡന്റ് കെ മനോഹരൻ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ സുജിത്ത്, SMC ചെയർപേഴ്സൺ ശിവദാസൻ മാറോളി, ജോളി M സുധൻ, സ്റ്റാഫ് സെക്രട്ടറി പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. കലാധ്യാപകൻ രമേശ് പൂക്കോടിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ കൂട്ടായ്മയിലാണ് പരിപാടികൾ നടന്നത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമുൾപ്പെടെ പ്രമുഖ വ്യക്തികൾക്കും കുട്ടികൾ ലഹരി വിമുക്ത പ്രഖ്യാപനവുമായി ആശംസാ കാർഡുകൾ അയക്കും. പ്രിൻസിപ്പൽ സരസ്വതി R സ്വാഗതവും പ്രധാനാധ്യാപിക OP ശൈലജ നന്ദിയും പറഞ്ഞു.
കരിയാട് പുളിയനമ്പ്രം മുസ്ലിം യു പി സ്കൂളിൽ മാവിൻ തൈ പരിപാലന മത്സരത്തിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി അണിയാരത്തെ ഒ ഫാത്തിമ ഒന്നാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയത്തിന് അർഹയായി. കുട്ടികളിൽ കാർഷികാഭിരുചി വളർത്തിയെടുക്കാൻ കരിയാട് PM ഫൗണ്ടേഷൻ ചെയർമാൻ PM സാദിഖാണ് സ്വർണ്ണ നാണയം സമ്മാനിച്ചത്. കുട്ടികളിൽ പ്രൈമറി കാലഘട്ടത്തിൽ തന്നെ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരിയാട്ടെ PM ഫൗണ്ടേഷനും സ്കൂൾ അധികൃതരും ചേർന്ന് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായി LP വിഭാഗത്തിലെ കുട്ടികൾക്കായി 200 മാവിൻ തൈകളാണ് വിതരണം ചെയ്തത്. വിതരണത്തിനു മുൻപായി കുട്ടികളെ കൊണ്ട് തന്നെ മാവിൻ തൈകളിൽ ബഡ്ഡിംഗ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. മാവിൻ തൈകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുട്ടികൾ ഫോട്ടോകൾ എടുത്ത് സ്കൂൾ പ്രധാനാധ്യാപകന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം കായ്ഫലം നൽകുന്ന മാവ് വളർത്തിയെടുക്കുന്ന കുട്ടിക്ക് 1 പവൻ സ്വർണ്ണ നാണയം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് 2ാം തവണയാണ് സ്വർണ്ണ നാണയം നൽകുന്നതെന്ന് കരിയാട് PM ഫൗണ്ടേഷൻ ചെയർമാൻ PM സാദിഖ് പറഞ്ഞു. ഇപ്രാവശ്യം 3ാമത് പ്രാവശ്യമാണ് ഈ സ്കൂളായിട്ട് ടൈപ്പാക്കിയിട്ട് നമ്മൾ ഈ മാവൻ തൈ കൊടുക്കുന്നത്. ഇതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവരെ ഈ സ്കൂളിനെ തന്നെ തിരഞ്ഞെടുത്ത് ഈ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി വളരെ ഭംഗിയായി 200 മാവിൻ തൈ കൊടുത്തു. അത് ഞാൻ പുറത്തുനിന്ന് മാവ് എടുത്ത് ഇവിടെയുള്ള കപ്പായി കടുക്കാച്ചി ഇതുപോലുള്ള മാവ് ഉള്ളവർ പോലത്തെ മാവ് പീസ് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നമ്മുടെ ഫാമിൽ അവരെ വന്ന് കുട്ടികൾ തന്നെ ബഡ് ചെയ്യിപ്പിച്ചു. അത് അതിൻ്റെ എഫേർട്ടുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ മാവ് ഉണ്ടാക്കിയത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മേടിച്ചതല്ല. നമ്മൾ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആ ചെടിയാണ് ഓരോരുത്തർക്കും നൽകിയത്. 200 തൈ കൊടുത്തതിൽ ഏറ്റവും ഫസ്റ്റ് കാഴ്ച കുട്ടിക്കാണ് സമ്മാനം കൊടുത്തത്. ബാക്കിയുള്ള മാസ്റ്റർമാരെല്ലാം വളരെ ടീച്ചേഴ്സ് അത് ഫോളോ അപ്പ് ചെയ്ത് ഒരു ഗൂഗിൾ ഇതെല്ലാം ഉണ്ടാക്കി ഗൂഗിളിൽ ഒരു ഫോമെല്ലാം ചെയ്തിട്ട് അവർ വളരെ അതിൻ്റെ ഫോളോ അപ്പ് എടുക്കരുന്നു. കുറച്ച് എല്ലാം കിട്ടില്ല. 200 തൈ കൊടുത്തിട്ട് ഒരു 10-100 തൈയോളം ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ റിട്ടേൺസ്. ഇവരെ സംസ്കാരം ഈ കൃഷിയിലേക്ക് അടുപ്പിക്കുകയാണ് നമ്മളെ ലക്ഷ്യം. വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് പ്രധാനാധ്യാപകൻ TK അബ്ദുൽ സലീം പറഞ്ഞു. വളരെ ആവേശത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അധ്യാപകർ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. പല വീടുകളിലും ഏകദേശം 100ഓളം വീടുകളിൽ അധ്യാപകർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെ വീടുകളിലും ഇപ്പോൾ മാങ്ങയുണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ കുട്ടിക്കാണ് ആദ്യമായി ആ കുട്ടിയുടെ വീട്ടിലാണ് മാങ്ങയുണ്ടായത്. ആ കുട്ടിക്കാണ് ഇന്ന് 1 പവൻ സ്വർണ്ണ നാണയം ലഭിക്കുന്നത്. സ്വർണ്ണ നാണയ വിതരണവും LSS USS ജേതാക്കൾക്കുള്ള ആദരവും വിവിധ മത്സര വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഗോൾഡ് കോയിന്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പ്രിയപ്പെട്ട കുരുന്നുകളെ, നാളെ നിങ്ങളാണ് ഈ ഉപഹാരം, ഈ നിറഞ്ഞ നൽകുന്നത്. അഹമ്മദ് ഇഹ്സാൻ വിദ്യാർത്ഥികൾ മികച്ച നേട്ടമാണ് കൈവരിച്ചത്. വാർഡ് കൗൺസിലർ PP നാഫിയ അധ്യക്ഷയായി. നഗരസഭ മുൻ ചെയർമാൻ V നാസർ മാസ്റ്റർ, PM ഫൗണ്ടേഷൻ ചെയർമാൻ PM സാദിഖ്, മാനേജർ EK മുഹമ്മദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് T മിസ്രിയ, നാസർ പുത്തലത്ത്, P മുസ്തഫ, T സലീം, ബിജിഷ, ദേവദാസ് മത്തത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ TK അബ്ദുൽ സലീം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി NK ഗീത നന്ദിയും പറഞ്ഞു. നൽകുകയാണ്. ഏറ്റുവാങ്ങാൻ വേണ്ടി സാദിഖ് സാഹിബിനെയും നൽകാൻ വേണ്ടി നൗഷദ് ടീച്ചറെ നൽകുകയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ.
ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെയും ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയനും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും നടത്തുന്ന സംയുക്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഡോക്ടർ വി ശിവദാസൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെയും ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയനും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും നടത്തുന്ന സംയുക്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. മിഡ് ഡേ മീൽ സ്കീം ഉണ്ടോ? അംഗനവാടി ജീവനക്കാരുടെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 60:40 എന്നാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തിലെ അംഗനവാടി ജീവനക്കാർ വാങ്ങുന്ന ശമ്പളത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 60:40 എന്ന് ഈ ഇന്ത്യ രാജ്യത്തിൽ എവിടെയെങ്കിലും യൂണിയൻ സർക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കേരളത്തിൽ അംഗനവാടി തൊഴിലാളികൾ വാങ്ങുന്ന ശമ്പളം അലവൻസ് എന്ന് പറയുന്നത്, റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്, അത് 10,000 രൂപയിൽ കൂടുതലാണ്. അംഗൻവാടി ആശാവർക്കർമാർ തുടങ്ങിയ വിഭാഗങ്ങൾക്കെല്ലാം തുച്ഛമായ വേതനമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സന്മനസ് കൊണ്ടാണെന്നും വി ശിവദാസൻ പറഞ്ഞു. KV ബാബു അധ്യക്ഷനായി. PV ബാബു രാജേന്ദ്രൻ, കോമള ലക്ഷ്മണൻ, M ശ്രീധരൻ, C വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ യൂസർ ഫീ ബഹിഷ്കരണ സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ KK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ യൂസർ ഫീ ബഹിഷ്കരണ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ 1.5 കൊല്ലം മുനിസിപ്പാലിറ്റി പീഡിയ മുട്ടിച്ചിട്ട് പാൻപരാഗ് വിറ്റിട്ട് മയക്കുമരുന്നാണെങ്കിൽ ഓനെ തൂക്കിക്കൊല്ലണ്ടേ? നമ്മൾ പറയാതാ ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ പാൻപരാഗിന്റെ കച്ചവടത്തിന് GST രജിസ്ട്രേഷൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി. നമ്മൾ വെനിസ്വലയും കൊണ്ട് നടക്കും. ഇപ്പൊ ഇവിടെ ഞങ്ങളത് വിൽക്കണം എന്ന് പറയില്ല. നമ്മൾ GST രജിസ്ട്രേഷനിൽ അപേക്ഷിച്ചാൽ പാൻപരാഗ് ലൈസൻസ് നമുക്ക് കിട്ടി. പക്ഷെ മുനിസിപ്പാലിറ്റി സമ്മതിക്കൂല. വൈരുദ്ധ്യം. ഇതെല്ലാം ഇന്ത്യയിൽ ഒരു രാജ്യത്ത് നടക്കുന്നതായി. പാൻപരാഗ് ഉൽപ്പാദിപ്പിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാൻപരാഗിന്റെ കാലി പാക്കറ്റ് കിട്ടിയനാണ് ഇവിടുത്തെ ഒരു ചെറ്റ കമ്മീഷണർ. ചെറ്റ എന്റെ പീഡിയക്കാരനെ പൂട്ടിയവനെ ചെറ്റാന്നാ വിളിക്കുള്ളൂ. എന്റെ മാഹിയിൽ ഒരു വ്യാപാരിയെ ദ്രോഹിച്ച ഉദ്യോഗസ്ഥനെ പിന്നെ ഞാൻ വേറൊന്നും വിളിക്കൂല, ചെറ്റാന്നാ വിളിക്കുള്ളൂ. എന്താണ് ഒന്ന് കൈയടിച്ചൂടെ? എന്റെ കച്ചവടക്കാരനെ ദ്രോഹിച്ചാല് പിന്നെ ഒരു ബഹുമാനമില്ല. കാലത്ത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെ കച്ചവടം ചെയ്ത് അവസാനം രാഷ്ട്രീയക്കാർക്കും അമ്പലങ്ങൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കും നാട്ടിലെ സാംസ്കാരിക പരിവർത്തനങ്ങൾക്കും എല്ലാം നമ്മൾ ഡൊണേഷനും കൊടുത്ത് അവസാനമുള്ള ബാക്കി പൈസയും കൊണ്ട് വീട്ടിലേക്ക് ചെലവിന്റെ പൈസയും കൊണ്ട് പോകുന്ന കച്ചവടക്കാരനെയാണ് ഒരു പാൻപരാഗിന്റെ പൗച്ച് കണ്ടിട്ട് ഒരു ചേട്ട കമ്മീഷണർ കാരിക്കാലിൽ വന്നേ പൂട്ടിച്ച 1.5 കൊല്ലം. പ്രസിഡന്റ് ഷാജി പിണക്കാട്ടിൽ അധ്യക്ഷനായി. നാലുതറ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പായറ്റ അരവിന്ദൻ, കെ ശ്രീജിത്ത്, കെ ഭാരതൻ തുടങ്ങിയവർ സംസാരിച്ചു. TM സുധാകരൻ, PP റയീസ്, സ്റ്റാർ പ്രദീപ്, ദിനേശൻ പൂവച്ചേരി, AV യൂസഫ്, സഫീർ സ്കൈസോൺ, മുഹമ്മദ് ഫൈസൽ KE എന്നിവർ നേതൃത്വം നൽകി. ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ഷാജു കാനത്തിൽ സ്വാഗതവും ട്രഷറർ അഹമ്മദ് സമീർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന കേരളോത്സവത്തിലും നിരവധി അഖില കേരള നാടകോത്സവങ്ങളിലും മികച്ച നാടകത്തിനുള്ള 1ാം സ്ഥാനം നേടിയ കല്യാണ സൗഗന്ധികം നാടകത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1999-2000 കാലഘട്ടത്തിൽ കല്യാണ സൗഗന്ധികം നാടകം ആരംഭിച്ചത്. സംസ്ഥാന കേരളോത്സവത്തിലും നിരവധി അഖില കേരള നാടകോത്സവങ്ങളിലും മികച്ച നാടകത്തിനുള്ള 1ാം സ്ഥാനം നേടിയ കല്യാണ സൗഗന്ധികം നാടകത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. മാങ്ങാട്ടിടം പഞ്ചായത്തിലെ വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 1999-2000 കാലഘട്ടത്തിൽ കല്യാണ സൗഗന്ധികം നാടകം ആരംഭിച്ചത്. 2000 ജനുവരി 3 എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന സംസ്ഥാന കേരളോത്സവത്തിലാണ് സംസ്ഥാനത്തെ മികച്ച നാടകത്തിനുള്ള പുരസ്കാരം കല്യാണ സൗഗന്ധികം നേടിയത്. കൂടാതെ പെർളശ്ശേരി AKG നാടകോത്സവം, അരോളി ശാന്തിപ്രഭ നാടകോത്സവം തുടങ്ങിയ നിരവധി മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. 65ഓളം വേദികളിൽ കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചു. കല്യാണ സൗഗന്ധികത്തിന്റെ 1/4 നൂറ്റാണ്ട് എന്ന പേരിലാണ് വോയിസ് ഓഫ് കിരാച്ചി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി പരിപാടി സംഘടിപ്പിച്ചത്. അണിയറ പ്രവർത്തകരുടെ സംഗമവും നടന്നു. നാടകത്തിലെ അഭിനേതാക്കളായ ബിജു കൂടാളി, പ്രകാശൻ തൈക്കണ്ടി, പ്രദീപൻ തൈക്കണ്ടി, C മഹേഷ്, C രാഗേഷ്, പ്രജിത് പിലാച്ചേരി, സജീവൻ കാക്കര, K ബിജു, സംവിധായകൻ CP രാജൻ, സംഗീത സംവിധായകൻ പവി കോയോട് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. NSS ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഷിനിത് പാട്യം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ആഘോഷത്തിൽ ഒരു നാടകത്തിന്റെ വലിയ പശ്ചാത്തലമുള്ള കിരാച്ചി പോലുള്ള ഒരു പ്രദേശത്ത് 25 വർഷത്തിനിടയിൽ എന്തുകൊണ്ട് മറ്റൊരു നാടകം ഉണ്ടായില്ല എന്നുള്ള ഒരു വിശകലനം, അല്ലെങ്കിൽ ഒരു നാടകം ഇനി എന്തുകൊണ്ടായിക്കൂടാ, പ്രത്യേകിച്ച് ബിജു കൂടാളിയെ പോലുള്ള, പ്രകാശൻ തൈക്കണ്ടിയെ പോലുള്ള നാടകക്കാരുള്ള ഈ ഒരു ദേശത്ത് മറ്റൊരു നാടകത്തിനെ കുറിച്ച് പുതിയ കാലത്തുള്ള യുവതയ്ക്കും പുതിയ കാലത്തുള്ള വിദ്യാർത്ഥികൾക്കും പുതിയ കാലത്തുള്ള തലമുറയ്ക്കും നാടകത്തിനെ പരിചയപ്പെടുത്താനും നാടകം ഉണ്ടാക്കുന്ന കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു പുതിയ നാടകം എങ്ങനെ നമുക്ക് ആരംഭിക്കാം എന്നതിന്റെ ഒരു ആലോചന നടക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഒരു 25ാം വാർഷികം
ഈ ഒരു നാടകത്തിന്റെ 25ാം വാർഷികത്തിന് കാണാൻ സാധിക്കും. സീരിയൽ താരം സുർജിത് പുരോഹിത് വിശിഷ്ടാതിഥിയായി. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് പിറകിൽ നാടകത്തിന്റെ സാന്നിധ്യങ്ങളുണ്ട്. നാടകം പറയാത്തതൊന്നും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. 1929 VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു നാടകം, നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും എന്താ പറയാ വെളിച്ചം വീശിയിട്ടുള്ള നാടക പ്രവർത്തകൻ എ പവിത്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകൻ CP രാജൻ, സംഗീത സംവിധായകൻ പവിക്കോയോട് എ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി B ശ്രീകാന്ത് സ്വാഗതവും ബിജു കൂടാളി നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പാനൂർ ബട്ടർഫ്ലൈസ് പ്ലേ സ്കൂൾ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. Goodbye to yesterday, hello new year. Hip hip hooray! Fireworks in red and blue, smiles for me and smiles for you. Hello new year, jump jump jump, tap tap tap, dance with friends, spin and cheer. Happy happy new year, hello new year, jump jump jump, tap tap tap, dance with friends, spin and cheer. പാനൂർ ബട്ടർഫ്ലൈ പ്ലേ സ്കൂളിൽ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികൾ ന്യൂ ഇയർ ആഘോഷിച്ചു. പ്ലേ സ്കൂൾ MD ദീപ, ബീന ടീച്ചർ, അനു ടീച്ചർ, ഷിനിജ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
Tick tock, hear the sound. New Year magic all around. Wave goodbye to yesterday. Hello, New Year. Hip, hip, hooray! Fireworks in red and blue. Smiles for me and smiles for you. Hello, New Year. Jump, jump, jump. Tap, tap, tap. Dance with friends. Spin and cheer. Happy, happy New Year. Hello, New Year. Jump, jump, jump. Tap, tap, tap. Dance with friends. Spin and cheer. Happy, happy New Year. Balloons go pop. Confetti flies. Sparkly stars up in the skies. 1, 2, 3. Let's all say Happy New Year. Let's play. Hello, New Year. Jump, jump, jump. Tap, tap, tap. Dance with friends. Spin and cheer. Happy, happy New Year. Dance, dance, dance. Wiggle, 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 wiggle. Free. Shake, shake, shake. Free. Now everybody shout, yay! Hello, New Year. Clap, clap, clap. Jump, jump, jump. Tap, tap, tap. Big hugs, big cheer. Fun all year. Hello, New Year. Clap, clap, clap. Jump, jump, jump. Tap, tap, tap. Big hugs, big cheer. Fun all year. Bye, bye, old year. Thanks for fun. കൊയിലൂർ ശ്രീനാരായണ മഠം 55-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS ഉദ്ഘാടനം ചെയ്തു. കൊയിലൂർ ശ്രീനാരായണ മഠം 55-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS ഉദ്ഘാടനം ചെയ്തു. 1903 മുതൽ 1915 ആലുവയിലെ സർവമത സമ്മേളനം വരെയുള്ള ഒരു ഭാഗം 3-ാം ഭാഗമാണ്. 1914 തൊട്ട് 1928 വരെയുള്ള അദ്ദേഹത്തിൻ്റെ മഹാസമാധി വരെയുള്ള 14 വർഷം ജീവിതത്തിൻ്റെ 4-ാം ഭാഗമാണ്. ഈ ഓരോ ഭാഗത്തെയും വളരെ ലഘുവായിട്ടാണെങ്കിലും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ജനനം 1856-ലാണ്. അത് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ക്ലോക്ക് വൈസായിട്ട് പിടിക്കുന്ന ഒരു പ്രോസസ്സ് തീരുകയാണ്. 1957 തൊട്ട് 1857 100 വർഷം കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വരാൻ കാരണം മുഗൾ സാമ്രാജ്യം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഭൂമിയാക്കി മാറ്റി. ലോകത്തിലെ ആകെ സമ്പത്തിൻ്റെ 4-1 ഇന്ത്യയിലാണ്. അപ്പോൾ 1532 യുട്ടോപ്പിയ എന്ന പുസ്തകം ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രി എഴുതുകയാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ഭംഗിയായി ഭരിക്കപ്പെടുന്ന ഒരു പട്ടണത്തിൻ്റെ പേര് വേണം യുട്ടോപ്പിയയുടെ തലസ്ഥാനമാക്കാൻ. അദ്ദേഹം വാക്ക് തപ്പി നടന്ന അവസാനം യുട്ടോപ്പിയയുടെ തലസ്ഥാനം പേരിട്ടിരിക്കുന്നത് കോഴിക്കോടാണ്. സാമൂതിരിയുടെ തലസ്ഥാനമായ കോഴിക്കോട്. ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ പ്രസിഡന്റ് CK സുനിൽകുമാർ അധ്യക്ഷനായി. RJD സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി PK പ്രവീൺ, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം AP ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ മഠം ട്രഷറർ TP അശോകൻ സ്വാഗതവും ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ KP വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ ആയില്യം നാൾ ആഘോഷം സമുചിതമായി നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമ ജപവും മുട്ട സമർപ്പണവും നടന്നു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ ആയില്യം നാൾ ആഘോഷം നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അഖണ്ഡനാമ ജപം, മുട്ട സമർപ്പണം എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് നടന്ന നാഗപൂജയ്ക്ക് ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടും നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആനന്ദരൂപിണി ശ്രീ പരമേശ്വരി ശക്തിസ്വരൂപിണി അനുഗ്രഹിക്കൂ. അമ്മേ എന്നും വിളിച്ചാൽ അമ്മേ എന്നും വിളി കേൾക്കുമോ? അമ്മേ എന്നും വിളിച്ചാൽ അമ്മേ എന്നും വിളി കേൾക്കുമോ? എന്നും വിളി കേൾക്കുമോ?
പ്രധാന വാർത്തകൾ വീണ്ടും. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ പുന്നോൽ ഹുസൻ മുട്ടയിലെ UK സലീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 12-ന് വിധി. കേസിലെ പ്രതികൾ NDF പ്രവർത്തകർ. പാനൂർ തങ്ങൾ പീടികയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ ബോംബല്ലെന്ന് വ്യക്തമായി. ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ കണ്ടെത്തിയത് പാറപ്പൊടി. തലശ്ശേരി നഗരസഭയിലെ ആദ്യത്തെ വാർഡ് കൗൺസിലർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസ് ആരംഭിച്ചത് 48-ാം വാർഡിലെ കൗൺസിലർ ഷാലിമ ടീച്ചർ. പുലരിയാണ് ഞാൻ, ലഹരിയിൽ അസ്തമിക്കില്ല. ലഹരിക്കെതിരെ ആശംസാ പോസ്റ്റർ കാർഡുകളൊരുക്കി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. തയ്യാറാക്കിയത് 1000 ആശംസാ കാർഡുകൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.